ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിവന്യനാമത്തിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ആ നാളുകളിൽ ഞാൻ അവൻ്റെ ആത്മാവിനെ പകരും. ശുദ്ധമുള്ള യോയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം തിരുവചനത്തിലാണ് ദൈവം ഇപ്രകാരം അരുളിച്ചെയ്യുന്നത്: ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ആ നാളുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. വാഗ്ദാനം ദാസന്മാർക്കും ദാസികൾക്കുമുള്ളതാണ്. ആരാണ് ദാസൻ, ആരാണ് ദാസി? യജമാനൻ്റെ ഹിതം എന്തോ അത് നിറവേറ്റുന്നവനാണ് ദാസൻ. ദാസന് സ്വന്തമായിട്ട് ഹിതമില്ല. യജമാനൻ്റെ ഹിതം എന്തോ അത് നിറവേറ്റലാണ് ദാസൻ്റെ ജോലി. പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മൾ ദാസന്മാരും ദൈവം യജമാനനുമാണ്. നമ്മിൽ നിറവേറേണ്ടത് യജമാനൻ്റെ ഹിതമാണ്. നമ്മുടെ ഹിതം നിറവേറുവാൻ വേണ്ടി നമ്മൾ യജമാനൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്നവരാണ്. നമ്മിൽ നിറവേറേണ്ടത് ദൈവത്തിൻ്റെ ഹിതമാണ്. നാം ദൈവത്തിൻ്റെ പിന്നാലെ നടക്കുന്നത് നമ്മുടെ ഹിതം നിറവേറുവാൻ വേണ്ടി മാത്രം. യൂദ യേശുവിൻ്റെ പിന്നാലെ നടന്നത് എന്തിനു വേണ്ടി നമുക്കറിയാം. യൂദായ്ക്ക് ചില കാര്യങ്ങൾ സാധിക്കണമായിരുന്നു. നമ്മളെന്തിനാ യേശുവിൻ്റെ പിന്നാലെ നടക്കുന്നത്? നമുക്കും ചില കാര്യങ്ങൾ സാധിക്കണം. നമ്മളൊരു കാര്യം അറിയേണ്ടത്, യൂദായുടെ നടപ്പും നമ്മുടെ നടപ്പുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ദൈവമക്കളെ, നാം അടിമകളാണ്, യേശുവിൻ്റെ അടിമകളാണ്. ഈ നുകം നമ്മുടെ കഴുത്തിൽ വയ്ക്കപ്പെടേണ്ടതാണ്. യേശു പറഞ്ഞു, എൻ്റെ നുകം നിങ്ങൾ ഏറ്റുകൊള്ളണം. എൻ്റെ നുകം മൃദുവാണ്, ചുമട് ലഘുവാണ്. ഈ നുകം നമ്മളേറ്റാൻ മടിക്കരുത്. നമ്മൾ ദാസന്മാരാണ്. യേശുവിൻ്റെ നുകം സ്വാതന്ത്ര്യം നൽകുന്ന നുകമാണ്. ഈ നുകമേറ്റാൻ നാം മടിക്കേണ്ടതില്ല. കാരണം നമ്മുടെ കഴുത്തിന് ചേരുന്ന നുകമേ അവൻ വയ്ക്കുകയുള്ളൂ. അറിയണം, നമ്മുടെ നുകത്തിന് ചേരുന്ന കിരീടമേ നാം പ്രാപിക്കുകയുമുള്ളൂ. അപ്പം നമ്മൾ ദാസന്മാരാണ്. നമ്മിൽ നിറവേറേണ്ടത് യജമാനൻ്റെ ഹിതമാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംഗതി, യജമാനൻ്റെ ഹിതം എന്ത് എന്ന് ദാസന് വ്യക്തമല്ല, ദാസന് മനസ്സിലാകുന്നില്ല. ദൈവത്തിൻ്റെ ഹിതം നമുക്ക് മനസ്സിലാക്കി തരേണ്ടത് പരിശുദ്ധാത്മാവാണ്. നാം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ ദൈവഹിതം പ്രവർത്തിക്കുന്നവരായി മാറും എന്നർത്ഥം. അപ്പോൾ ദൈവഹിതം നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ ദൈവഹിതം ഇന്നത് എന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരണം. കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ ആഴങ്ങളെ അറിയുന്നവൻ പരിശുദ്ധാത്മാവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവ് മനുഷ്യാത്മാവിലേക്ക് പകരപ്പെടുകയാണ്. അങ്ങനെയാണ് നമ്മെ ശക്തീകരിക്കുക. നമ്മൾ പെന്തക്കോസ്ത പെരുന്നാളുകളൊക്കെ ആചരിക്കുന്നവരാണ്. പെന്തക്കോസ്ത എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം 50-ാമത്തെ എന്നാണ്. എന്തിൻ്റെ 50-ാമത്തെ? ഈ പെന്തക്കോസ്ത അനുഭവത്തെ നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ സംഭവിച്ച ഒരു പെന്തക്കോസ്ത അനുഭവം നമുക്കറിയാം. വിശുദ്ധ കന്യകമറിയാമിൻ്റെ കാൽ കീഴിൽ ശിഷ്യ സമൂഹം അത്രയും കൂടിയിരുന്ന് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, വിശുദ്ധ അമ്മ ഏകമകൻ നഷ്ടപ്പെട്ടത് വഴി അമ്മയ്ക്കുള്ള സകലതും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ശിഷ്യന്മാരാകട്ടെ തങ്ങളുടെ ഗുരു നഷ്ടപ്പെട്ടപ്പോൾ സകലതും ഉപേക്ഷിച്ചവർ ഗുരുവിൻ്റെ പിന്നാലെ വന്നവരാണ്. അവരും സകലതും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ കാത്തിരിപ്പ് വേളയിലെല്ലാം അവർ പ്രാർത്ഥിച്ചത് അവർക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ വീണ്ടും കിട്ടണം എന്നല്ലായിരുന്നു അവരുടെ പ്രാർത്ഥന. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് നമുക്ക് നഷ്ടം വന്നു പോയ കാര്യങ്ങൾ നികന്നു കിട്ടണം. എന്നാൽ ഈ ശിഷ്യ സമൂഹമാവട്ടെ, വിശുദ്ധ കന്യകമറിയാമാവട്ടെ, പ്രാർത്ഥിച്ചതൊന്നും അവർക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാൻ വേണ്ടിയല്ല, മറിച്ച് ദൈവം വാഗ്ദത്തം ചെയ്തതിനെ പ്രാപിക്കാൻ വേണ്ടിയാണ്. ഇത് യേശു നമ്മോട് പറഞ്ഞിട്ട് പോയുള്ള കാര്യമാണ്. പിതാവ് വാഗ്ദാനം ചെയ്തതിനെ നിങ്ങളുടെ മേലയക്കും. ലൂക്കാ 24:49 പറയുന്നു, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം.
ആ കാത്തിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അതാണ് നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവാത്മാവ് മനുഷ്യാത്മാവിൻ്റെ മേൽ പരിവർത്തിക്കുന്നു, ആ മനുഷ്യാത്മാവിനെ ശക്തീകരിക്കുന്നു. ഇതാണ് പെന്തക്കോസ്ത അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ഈ ശിഷ്യ സമൂഹം അത്രയും നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരായിരുന്നു. ഈ പെന്തക്കോസ്ത അനുഭവത്തോടുകൂടി അമാനുഷികമായി ചില കാര്യങ്ങൾ അവരെ കൊണ്ട് ദൈവം ചെയ്യിക്കുകയാണ്. അപ്പോൾ നമ്മിൽ നിന്നെല്ലാം ദൈവം പ്രതീക്ഷിക്കുന്നത് നാം ഈ പരിശുദ്ധാത്മ ശക്തിയെ ആർജിച്ച് നാം യേശുവിൻ്റെ സാക്ഷികളായി മാറണം എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നൊരു കാര്യം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ മുഖ്യ വിഷയം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം എന്നുള്ളതായിരിക്കണം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ എന്ത് ചെയ്യണം എന്ന് വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിറയുവാൻ ഏറ്റവും ആദ്യം നാം ചെയ്യേണ്ട കാര്യം പത്രോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവർത്തനം 2:37 നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. പത്രോസ് വചനം സംസാരിക്കുന്ന കേട്ടു. വചനം സംസാരിച്ച് കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു? കേട്ടവരിലെല്ലാം മനസ്സിൽ കുത്തുകൊണ്ടു. ദൈവങ്ങളെ, നമുക്കറിയാം കുത്തുകൊണ്ടാൽ എന്താ നമുക്ക് സംഭവിക്കുക? കുത്തുകൊണ്ടാൽ വേദന എടുക്കും. വേദന എടുക്കുമ്പോൾ നമുക്ക് ആരുടെ ആവശ്യമുണ്ട്? വൈദ്യൻ്റെ ആവശ്യമുണ്ട്. ഇതാണൊരു സുവിശേഷകൻ്റെ വേല. വചനം സംസാരിക്കുമ്പോൾ പാപത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്നവന് പാപത്തിൽ കുത്തുകൊള്ളുന്നു, അവൻ വേദനിക്കുന്നു. ഈ വേദനിപ്പിക്കുക എന്നുള്ളതല്ല സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആവശ്യം. വേദനിക്കുന്നവർക്ക് സൗഖ്യദായകനായ യേശുവിനെ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഇതേപോലെ പത്രോസ് പ്രസംഗിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ പത്രോസിനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് മനസ്സിൽ കുത്തുകൊണ്ടു, വേദനിച്ചു. ഉടനെ പത്രോസ് പറയുന്നൊരു ഭാഗമുണ്ട്. അപ്പോസ്തലർ 2:37 മുതൽ വായിച്ചാൽ, നിങ്ങൾ മാനസാന്തരപ്പെടണം. പ്രിയപ്പെട്ടവരെ, രക്ഷാമാർഗത്തിലെ പ്രഥമ കാൽച്ചുവടാണ് മാനസാന്തരം. അത് ഈ വചന കേൾവിയാൽ നമ്മിൽ സംജാതമാകുന്നു. വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് എന്നൊരു അനുഭവം അപ്പോസ്തല പ്രവർത്തനം 10:44 വിവരിക്കുന്നു. കൊർന്നലിയോസിൻ്റെ ഭവനത്തിൽ പത്രോസ് വചനം പ്രസംഗിച്ചപ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. വേദപണ്ഡിതന്മാർ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട്, അതിനെ സെക്കൻഡ് പെന്തക്കോസ്ത, അതായത് 2ാം പെന്തക്കോസ്ത എന്നാണ് അതിനെ വിളിക്കുക. സകലരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന അനുഭവം അന്നാണ് ഉണ്ടായത്. ആരുടെ മേൽ? വചനം കേട്ടവരുടെ മേൽ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ഏറ്റവും പരമപ്രധാനമായ സംഗതി നാം പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് വിശ്വാസത്താൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക, മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. മാനസാന്തരപ്പെടുന്ന ഒരു ദൈവ പൈതലിൽ പരിശുദ്ധാത്മാവ് വാസമുറപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ബന്ധത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം, മാനസാന്തരപ്പെടാത്തവൻ്റെ മേൽ അധികാരവും ആധിപത്യവും കർത്തൃത്വവും ദൈവം പിശാചിന് കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആദ്യമേ എനിക്കൊരു മാനസാന്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരണം. ഒരു വിശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരണം. നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ്, ഈ എല്ലാ മേഖലകളിലും നമുക്ക് വിശുദ്ധീകരണം ആവശ്യമുണ്ട്. ഒരു വിശുദ്ധീകരണം നമ്മിൽ ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തി പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ, ഇതിനായി ദാഹിക്കണം. തിരുവചനം പറയുന്നു, ഞാൻ ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും അയക്കുന്നു. യെശയ്യാ 44:3 നാം അങ്ങനെയാണ് വായിക്കുന്നത്, അറിയുന്നത്. അപ്പോൾ നാം ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വരണ്ട നിലത്തേക്ക് നീരൊഴുക്കുകൾ അയക്കാൻ ദൈവം ആഗ്രഹിക്കും. അപ്പോൾ നമ്മൾ ദാഹിക്കുന്ന വ്യക്തികളാകണം, വരണ്ട നിലങ്ങളായി മാറണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങൾ ഒറ്റ വാക്യത്തിൽ സംക്ഷിപ്തമായി പറയുന്ന ഒരു വേദഭാഗമുണ്ട് ബൈബിളിൽ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 57-ാം അധ്യായം 15-ാം തിരുവചനം വായിച്ചാൽ അതിലെല്ലാം ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. ദൈവം ആരിൽ വസിക്കുന്നു, പരിശുദ്ധാത്മാവാം ദൈവം ആരിൽ വസിക്കുന്നു എന്നവിടെ പറയും. മനോവിനയമുള്ളവനിൽ, മനസ്താപമുള്ളവനിൽ, അതായത്
മാനസാന്തരപ്പെട്ടാൽ മാത്രം പോരാ, മനോവിനയമുള്ളവനിൽ, മറിയാമിനെ പോലെ. മറിയാം താഴ്ത്തപ്പെട്ടവളാണ്. നീ ഈ ദാസിയുടെ താഴ്മയിൽ കടാക്ഷിച്ചുവല്ലോ എന്ന് മറിയാം പ്രാർത്ഥിക്കുന്നു. നാം താഴ്മയുള്ളവരായിരിക്കാൻ പഠിക്കണം, വിനയമുള്ളവരായിരിക്കാൻ പഠിക്കണം. അങ്ങനെ മാനസാന്തരപ്പെട്ട് വിനയത്തിൽ നടക്കുന്നവരിലാണ് പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുക എന്നർത്ഥം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ പിന്നെ നാം ചെയ്യേണ്ട ഒരു കാര്യം, പ്രാർത്ഥിക്കണം, മുടങ്ങാതെ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനയുടെ മുഖ്യ വിഷയം പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്നുള്ളതായിരിക്കട്ടെ. നമ്മൾ ഇന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പ്രാർത്ഥനയിൽ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അത് തെറ്റല്ല. മുഖ്യമായ വിഷയം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്നുള്ളതായിരിക്കട്ടെ. ഇങ്ങനെ നാം ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ ദാനം, ദൈവം പറഞ്ഞിട്ടുണ്ട്, ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. നാം ദാഹിച്ച് പ്രാർത്ഥിക്കുന്നവന്, വിശുദ്ധിയിൽ മനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ പ്രാർത്ഥിക്കുന്നവന് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെ ലഭിക്കാതിരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ എന്തൊക്കെ ചെയ്യുന്നു നമുക്കറിയാം. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ യേശുവിൻ്റെ ശിഷ്യന്മാരെ നോക്കിയാൽ മതി. പത്രോസ്ലീഹ ഉദാഹരണത്തിന് ഒരു വെറും വേലക്കാരിയുടെ മുമ്പിൽ ഗുരുവിനെ തള്ളി പറഞ്ഞവനാണ് പത്രോസ്ലീഹ. ക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോൾ ഇതാ അകലെ തീ കായുന്നിടത്ത് പോയിരിക്കുകയാണ് പത്രോസ്ലീഹ. അവനെ കണ്ടു, ചിലർ അവനെ തിരിച്ചറിഞ്ഞു. നീയും ഗലീലക്കാരനോ ചോദിച്ചു. പത്രോസ് പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല, ഞാൻ ആ മനുഷ്യനെ അറിയുന്നില്ല. അവരറിഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്. പക്ഷേ പത്രോസ് ആണയിട്ട് തള്ളി പറയുകയാണ്. എന്തായിരുന്നു കാരണം? ഭയം. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി മാറിയ പത്രോസ്, സ്തോത്രം. അപ്പോസ്തലന്മാരെ നോക്കുക. ഈ അപ്പോസ്തലന്മാർ 12 പേരിൽ യൂദായി ദാരുണമായി അങ്ങനെ ഒരു അന്ത്യം സംഭവിച്ചു. ബാക്കി പിന്നെയുള്ള അപ്പോസ്തലന്മാരിൽ യോഹന്നാൻ ഒഴികെ ബാക്കി ആർക്കും സ്വാഭാവിക മരണം ലഭിച്ചില്ല. ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയുമായിരുന്നു അവരെല്ലാവരും. അവർക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്ന് ചെയ്താൽ മതിയായിരുന്നു, ഈ യേശുവിനെ ഒന്ന് തള്ളി പറഞ്ഞാൽ മതിയായിരുന്നു. അവരതിന് തയ്യാറായില്ല, ധൈര്യമുള്ളവരായി. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മിൽ സംജാതമാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നാം ധൈര്യമുള്ളവരായിരിക്കും, ബലമുള്ളവരായിരിക്കും. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന അതാണ്, ബലവും ധൈര്യമുള്ളവരായിരിക്കണം. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. പൗലോസ്ലീഹ തിമോഥിക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ പറയുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല നമുക്ക് നൽകിയിരിക്കുന്നത്, ശക്തിയുടെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുന്ന പ്രവൃത്തി നമ്മെ ശക്തിയും ധൈര്യമുള്ളവരാക്കി തീർക്കുന്നു, നമ്മെ വിശ്വാസമുള്ളവരാക്കി തീർക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിയുമ്പോൾ നമ്മെ പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം തരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നാം പഠിക്കുന്നത് അങ്ങനെയാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധ്യം തരും. നാം അരുതാത്ത കാര്യങ്ങൾക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തും. നിനക്കൊരു മരണമുണ്ട്, നിനക്കൊരു ന്യായവിധിയുണ്ട്, ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്. ഈ ഒരു അവബോധം നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. അപ്പം നമ്മെ പാപത്തിലേക്ക് പോകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കും. വീണ്ടും പരിശുദ്ധാത്മാവ് ചെയ്യുന്നു, സത്യത്തിൽ വഴി നടക്കാൻ നമ്മെ ശക്തരാക്കും. പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്. യോഹന്നാൻ 16:13 പറയുന്നു, സകല സത്യത്തിലും നമ്മെ വഴി നടത്തുന്നു. വീണ്ടും പറയട്ടെ, പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ, പരിശുദ്ധാത്മശക്തി നമ്മിൽ വ്യാപരിക്കുമ്പോൾ നമ്മൾ യേശുവിനെ കേന്ദ്രീകരിച്ച് ചിന്തിക്കുവാൻ തുടങ്ങും. യോഹന്നാൻ 15:26 പറയുന്നു, നാം യേശുവിൻ്റെ സാക്ഷ്യം നമ്മിലുണ്ടാകും എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും യേശുവിനെ കേന്ദ്രീകരിച്ച് ചിന്തിക്കുവാൻ തുടങ്ങും. നമ്മൾ സാധാരണ ചിന്തിക്കുന്നതെല്ലാം നമ്മെ കേന്ദ്രീകരിച്ചാണ്. നമ്മളൊരു കാര്യം ചെയ്താൽ അതിൽ എനിക്കെന്താണ് പ്രയോജനം, അത് എന്നെ എങ്ങനെ ബാധിക്കുന്നു, ഇതെല്ലാമാണ് നാം ചിന്തിച്ചു പോകുന്നത്. പ്രിയപ്പെട്ടവരെ,
എങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ ഞാൻ ഇത് ചെയ്താൽ എൻ്റെ യേശുവിനെ അതെങ്ങനെ ബാധിക്കും? ഇതായിരിക്കും ഒരു ദൈവബദൽ ചിന്തിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ യേശുവിനെക്കുറിച്ച് നമുക്ക് സാക്ഷ്യം നൽകിക്കൊണ്ടിരിക്കും. തൽഫലമായി യേശുവിനെ കേന്ദ്രീകരിച്ച് നാം ചിന്തിക്കുവാൻ തുടങ്ങും. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തി എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവ് നമ്മിൽ സഹവസിക്കുന്നു. പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധാത്മ ചില ദൗത്യ നിർവഹണത്തിനായി ചില വ്യക്തികളിൽ വന്നും പോയും ഇരുന്നതായിട്ട് നാം കാണുന്നു. തിരുവെഴുത്തുകൾ നാം അങ്ങനെയാണ് വായിക്കുന്നത്. ആത്മാവ് അവൻ്റെ മേൽ വന്നു, അപ്പോൾ അവൻ ശക്തനായി. ആത്മാവ് പോയി കഴിയുമ്പോൾ ശക്തി ക്ഷയിക്കുന്നു. ശിംശോനൊക്കെ നമുക്ക് ഉദാഹരണമാണ്. ആത്മാവ് പോയി കഴിഞ്ഞപ്പോൾ അവൻ നിർവീര്യനായിപ്പോയി. ദാവീദിന് വരെ ഉണ്ടായി. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ ദാവീദ് ഭയപ്പെടാൻ തുടങ്ങി. അപ്പോൾ പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവ് ചില വ്യക്തികളിൽ ചില ദൗത്യ നിർവഹണത്തിനായി വന്നും പോയും ഇരുന്നു എങ്കിൽ, പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മിൽ സഹവസിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:16 പറയുന്നു, നമ്മോടൊത്ത് സഹവസിക്കുന്ന ആത്മാവ് സകല കാര്യങ്ങളും നമ്മൾ ഉപദേശിക്കും. പ്രിയപ്പെട്ടവർ, പരിശുദ്ധാത്മാവ് ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തി യേശു തന്നെ തിരുവായ്മൊഴിഞ്ഞ് അരുളി ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങളിൽ വരുമ്പോൾ അവൻ സകല കാര്യങ്ങളും നിങ്ങളെ ഉപദേശിച്ചു തരും. മാത്രമല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞ സകല കാര്യങ്ങളും നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തുകൾ ഓർത്തിരിക്കുവാൻ ഏറ്റവും എളുപ്പം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയവർക്കൊക്കെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. യോഹന്നാൻ 14:26 വാക്യം നിങ്ങളൊന്ന് വായിക്കുക, ധ്യാനിക്കുക. അവിടെ യേശു ഒരു ശക്തമായ വാഗ്ദാനമാണ് നമുക്ക് നൽകുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ അനുസ്മരിപ്പിക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞ, യേശു നമ്മളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കിടക്കുന്ന നമ്മുടെ വിശുദ്ധ ബൈബിളിലാണ്. ബൈബിൾ വാക്യങ്ങൾ നമ്മെ ഓർക്കാനായിട്ട് നമ്മെ പ്രാപ്തരാക്കും. ഇപ്പോൾ ഓർമ്മ കുറവ് അനുഭവപ്പെടുന്നു എന്ന് തോന്നുന്നവർ, അവരെല്ലാം ഒരു ആധാരവാക്യമാക്കി ധ്യാനിക്കേണ്ട വാക്യമാണ് യോഹന്നാൻ 14:26. യേശു ഇതെല്ലാം നമ്മെ അനുസ്മരിപ്പിച്ചു തരും, നമ്മുടെ ഓർമ്മശക്തി വീണ്ടെടുത്തു തരും. പ്രിയപ്പെട്ടവർ, ഈ രീതിയിലെല്ലാം പരിശുദ്ധാത്മാവ് നമ്മെ ശക്തരാക്കുകയാണ്. പ്രിയപ്പെട്ടവർ, പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത് ഗലാത്യലേഖനം 5:22 ഫലങ്ങൾ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഫലം. പരിശുദ്ധാത്മാവിൻ്റെ ഫലമോ, ഇതൊരു വ്യക്തിയുടെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഫലം ഏകവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. പരിശുദ്ധാത്മാവിൻ്റെ ഫലം 9. അതിലേറ്റവും പരമപ്രധാനമായി ആദ്യമേ പറഞ്ഞിരിക്കുന്നത് തന്നെ സ്നേഹം. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല, ദൈവം സ്നേഹം തന്നെ. സന്തോഷം, സന്തോഷത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്ന ക്രിസ്തുവാണ്. സമാധാനം, സമാധാനം എന്നത് മനസ്സിൻ്റെ ഒരു അവസ്ഥാഭേദമല്ല, യേശുവിൻ്റെ സാന്നിധ്യമാണ്. ദീർഘക്ഷമ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ, ക്രിസ്ത്യാനിയുടെ മുഖമുദ്രയാണ്. ക്ഷമിക്കുക എന്നുള്ളത് യേശു തമ്പുരാൻ്റെ ഉപദേശങ്ങളിൽ ഏറ്റവും കാതലായ ഉപദേശമാണ്. നാം സകലരോടും ക്ഷമിക്കുക എന്നുള്ളത്. ദയ, പരോപകാരം. ദൈവത്തിൽ നിന്ന് നമുക്ക് ദയ കിട്ടണോ, നാം ദയയുള്ളവരായിരിക്കണം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. പ്രിയപ്പെട്ടവർ, ദയ, പരോപകാരം, വിശ്വസ്തത. ഇന്ന് മനുഷ്യരിൽ കാണാത്ത ഒരു വസ്തുതയാണ് വിശ്വസ്തത. വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണ്ണൻ എന്ന സദൃശവാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. സൗമ്യത, സൗമ്യത, മീക്ക്നെസ് ഇംഗ്ലീഷിൽ പറയും, MEEK, മീക്ക്നെസ്. അതായത് മീക്ക്നെസ് ഈസ് നോട്ട് എ വീക്ക്നെസ്. നമ്മൾ എളിമത്വം അല്ലെങ്കിൽ വിനയം അതിനൊരു ബലഹീനതയായി കാണരുത്. അതൊരു ദൈവിക സ്വഭാവമാണ്. ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയജയം. വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്ദ്രിയജയം. ഇന്ദ്രിയജയമില്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയെന്ന് സദൃശവാക്യങ്ങൾ 25:28 നാം വായിക്കുന്നു. അപ്പം നമ്മൾ ഇന്ദ്രിയങ്ങളുടെ മേൽ ജയമുള്ളവരായിരിക്കും. ഇതിനെല്ലാം നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് വർണ്ണിപ്പാൻ
ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ലത്. പരിശുദ്ധാത്മാവ് നമുക്ക് കൃപാവരങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ഫലം 9, കൃപാവരങ്ങൾ 9. എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെന്ന് ചോദിച്ചാൽ, വരങ്ങളുടെ സ്വഭാവം അനുസരിച്ച് തന്നെ വരങ്ങളെ 3 ഗണങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ഗണം വെളിപ്പാടിൻ വരങ്ങൾ, ജ്ഞാനം, പരിജ്ഞാനം, ആത്മാക്കളെ വിവേചിച്ചറിയുവാനുള്ള വരം. ഇത് 3മാണ് വെളിപ്പാടിൻ വരങ്ങൾ. രണ്ടാമത്തെ വരം എന്ന് പറയുന്നത് ശക്തിയുടെ വരങ്ങളാണ്. വിശ്വാസം, രോഗശാന്തി, വീര്യപ്രവർത്തികൾ. വിശ്വാസം ഒരു വരമാണ്, രോഗശാന്തി ഒരു വരമാണ്, വീര്യപ്രവർത്തികൾ. യോശുവയെ പോലെ നമുക്കറിയാം, യോശുവയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, ആകാശഗോളങ്ങളുടെ മേൽ അധികാരമെടുത്തവനാണ് യോശുവ. സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുവാൻ സാധിച്ചവനാണ് യോശുവ. അപ്പോൾ ശക്തിയുടെ വരങ്ങളാണ് വിശ്വാസം, രോഗശാന്തി, വീര്യപ്രവർത്തികൾ. മൂന്നാമത്തെ കാറ്റഗറി, മൂന്നാമത്തെ വിഭാഗം പ്രഭാഷണ വരങ്ങളാണ്. അതിൽ മുഖ്യമായിട്ടും പ്രവചനം, അന്യഭാഷാവരം, ഭാഷകളുടെ വ്യാഖ്യാനം. ഇത് 3മാണ് പ്രഭാഷണ വരങ്ങൾ. അപ്പോൾ കൃപാവരങ്ങൾ മൊത്തം ആകെ 9, അതിനെ 3 ഗണങ്ങളായി തിരിച്ചിരിക്കുന്നു. വെളിപ്പാടൻ വരങ്ങൾ, ജ്ഞാനം, പരിജ്ഞാനം, ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരം, അത് 3. 2 ശക്തിയുടെ വരങ്ങൾ, വിശ്വാസം, രോഗശാന്തി, വീര്യപ്രവർത്തികൾ. 3 പ്രഭാഷണ വരങ്ങൾ, പ്രവചനം, അന്യഭാഷാവരം, ഭാഷയുടെ വ്യാഖ്യാനം. ഈ കൃപാവരങ്ങൾ നമ്മെ അനുഗ്രഹിക്കുന്നു. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഫലം എല്ലാവരിലും ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ കൃപാവരങ്ങൾ എല്ലാവരിലും ഉണ്ടാകണമെന്നില്ല. ദൈവം ഇച്ഛിക്കുന്നവർക്ക് പകുത്തു നൽകുന്നതാണ് കൃപാവരങ്ങൾ. അപ്പോൾ കൃപാവരങ്ങൾ എല്ലാവരിലും ഉണ്ടാകണമെന്നില്ല, പക്ഷെങ്കിൽ ഫലം എല്ലാവരിലും ഉണ്ടായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ഇന്നു മുതൽ നമ്മുടെ പ്രാർത്ഥനയുടെ മുഖ്യ വിഷയം പരിശുദ്ധാത്മാവ് നിറയുക എന്നുള്ളതായിരിക്കട്ടെ. ആ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും പകരപ്പെടുന്ന പരിശുദ്ധാത്മാവ് നമ്മളിലും പകരപ്പെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, ആ പരിശുദ്ധാത്മശക്തിക്ക് വേണ്ടി അടിയങ്ങൾ ദാഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാഹിക്കുന്നിടത്ത് ഞാൻ വെള്ളവും മരണതലത്ത് നീരൊഴുക്കും അയക്കുമെന്ന് അരുളി ചെയ്ത നാഥ, ആ പരിശുദ്ധാത്മശക്തി ഞങ്ങളിലേക്ക് അയക്കണം. പരിശുദ്ധാത്മശക്തിയാൽ ഞങ്ങൾക്കൊരു പാപബോധ്യം നൽകണം. ബോധ്യപ്പെട്ട് കിട്ടുന്ന പാപങ്ങൾ എന്നേക്കും വെറുത്തുപേക്ഷിപ്പാനുള്ള കൃപയ്ക്കായി അടിയങ്ങൾ യാചിക്കുന്നു നാഥ. ആ കൃപാവരങ്ങൾ നൽകി അടിയങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മ ഫലത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ.